എല്ലാവർക്കും ഷെഫ് ഷാനിലേക്ക് സ്വാഗതം. ഷെഫ് ഷാന് പകരം ബ്ലൂ സിറ്റി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബ്ലൂ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഈ താഴെ കാണുന്ന നീല നഗരമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഈ മൊറോക്കോയിൽ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പോയ സ്ഥലമാണത്. പക്ഷേ മൊറോക്കോ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എനിക്ക് ബ്ലൂ സിറ്റി. അപ്പം ഇപ്പം ഞങ്ങൾ അതിൻ്റെ ടോപ്പ് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഊട്ടി അല്ലെങ്കിൽ നമ്മൾ മൂന്നാറൊക്കെ പോയിട്ട് ഇങ്ങനെ ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ട് മുകളിൽ എത്തുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് താഴെ നമ്മൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇനി നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ രാത്രി ഏകദേശം 9:30 മണിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്താ പറയുക പുറത്ത് ഇങ്ങനെ കഫേയിലും അതെനിക്ക് പാർക്കിലും ഒക്കെ ഇങ്ങനെ കാണുകയുണ്ടായി. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഇതൊരു മുസ്ലിം രാജ്യമാണ്, എല്ലാവർക്കും ഈക്വാലിറ്റി ഉണ്ടെന്ന് തോന്നിയത് കണ്ടപ്പോൾ. അപ്പം ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. കണ്ടില്ലേ, നീല കളറിലുള്ള വീടാണ്. വീട് മാത്രമല്ല, വീട്ടിലെ ചെടിച്ചട്ടിയും ജനലും വാതിലും എല്ലാം നീല കളറാണ്. അതാണ് ഇവിടുത്തെ മെയിൻ എന്താ പറയുക പ്രത്യേകത. അപ്പം ഇതിൻ്റെ ആദ്യമേ നമ്മൾ കണ്ട ഒരു നീല മെയിൻ ബിൽഡിംഗ് ഇതാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളും വീടുകളൊക്കെ കണ്ടു. അപ്പം ഞങ്ങൾ മെയിനായിട്ട് കണ്ടത് ഇതായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് യാർഡ്. ആക്ച്വലി ഇതൊരു വീട്ടിൻ്റെ ബാക്ക് യാർഡാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് എന്താ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വാതിലും നീല കളറാണ്. അപ്പോൾ ഞാനിനി അങ്ങോട്ട് പറയുന്ന എല്ലാ കാര്യത്തിലും ഉള്ള കളറ് ഒറ്റ കളറുകളും നീലയുടെ പല പല എന്താ പറയുന്നത് ഷെയ്ഡ്സ് മാത്രമായിരിക്കും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലും ഇവിടെ മൊത്തം മാതള നാരങ്ങയുണ്ട്. അപ്പം ഇതാണ് ഇൻറ്റീരിയേഴ്സ്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്ലോറിൽ. അപ്പം നല്ല ഒരു സ്റ്റേ ആയിരുന്നു. ഈ പിക്ചറിൽ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന സ്ഥലത്തോടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ഞങ്ങൾ നാളെയാണ് ഇവിടെയൊക്കെ പോകാൻ പോകുന്നത്. അപ്പം കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഗൂഗിളിലൊക്കെ കണ്ടതല്ലാതെ വേറെ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവരും ടയേർഡായി, ഒരുപാട് എന്താ പറയുന്നത് കാറിൽ ഒരുപാട് യാത്ര ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എല്ലാവരും തളർന്ന് വിശന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു റൂഫ് ടോപ്പ് ഡിന്നറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു ബിൽഡിങ്സ് എല്ലാം കാണുമ്പോൾ ഇങ്ങനെ കുത്തനെ നല്ല പൊക്കത്തിലാണുള്ളത്. അപ്പോൾ ഇതൊരു 4-5 നിലയൊക്കെ മിക്കതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് പോയത്. അപ്പോൾ നല്ല കുത്തനെയുള്ള സ്റ്റെയർസൊക്കെയാണ്. അങ്ങനെ എല്ലാം കയറി ഞങ്ങൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അടുത്ത ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പം രാവിലെ 7 മണിക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. 7 മണി തൊട്ട് 9 മണി വരെ. കാരണം ഞങ്ങൾ ഗൂഗിളിലെല്ലാം നോക്കിയപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കിപ്പം ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ എന്തായാലും തോന്നും. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ 7 മണിക്ക് തൊട്ട് 9 മണി വരെയാണ് ഏറ്റവും നല്ല സമയം എന്നാണ്. മുഹൂർത്തമല്ല, ഏറ്റവും നല്ല എന്താ പറയുക ആൾക്കാരൊന്നും ഇല്ലാതെ തിരക്കൊന്നും ഇല്ലാത്ത സമയം അതാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് 7 മണിക്ക് തന്നെ റെഡിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്ന് ഏകദേശം 5 മിനിറ്റേ ഉള്ളൂ സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകുമ്പോൾ തന്നെ ഓപ്പണൊന്നും ആയിട്ടില്ല ഷോപ്പുകളും കാര്യങ്ങളും, അതുപോലെ ആൾക്കാരും ഒന്നും ഇല്ല. പിന്നെ ഈ എല്ലാവരും ഗൂഗിളൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ എല്ലാം ഫില്ലായിരിക്കും എന്നൊരു ടെൻഷൻ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന മലനിരകൾ, ഇത് നമ്മുടെ മൊറോക്കോയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ ഷെഫ് ഷാൻ എന്ന് പറയുന്ന ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ മലനിരകൾ, ഈ കാണുന്ന മലനിരകളുടെ പേരാണ് റിഫ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫ് മലനിരകളുടെ ഇടയിലായിട്ടാണ് ഈ ഷെഫ് ഷാൻ എന്ന് പറയുന്ന ഈ എന്താ പറയുക ബ്ലൂ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് പാർക്കിങ്ങിന് വേണ്ടി കുറച്ച് സ്ഥലം തപ്പുമായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. ആക്ച്വലി ഞങ്ങൾ ആദ്യം വന്ന സ്ഥലത്തല്ല പോവേണ്ടത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി എക്സാക്ട്ലി പോകേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നീല കളറ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ നീല നിറത്തിൽ മുക്കിയ ഒരു സ്വപ്നലോകം എന്നൊക്കെ പറയാം ശരിക്കും. അപ്പം ഇവിടുത്തെ വീടുകളും മതിലുകളും തെരുവുകളും എല്ലാം എന്താ പറയുക നീലയുടെ വിവിധ ഷെയ്ഡുകളിലാണ് ഉള്ളത്. സോ ബ്ലൂ സിറ്റി ഓഫ് മൊറോക്കോ എന്ന് ആണ് ഈ ഒരു സ്ഥലത്തെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ വീഡിയോയിലോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് നീല കളർ മാത്രമായിരിക്കും. അപ്പോൾ ഈ നീല നിറത്തിന് നിരവധി കഥകളുണ്ട്. അതായത് സമാധാനത്തെയും സ്വർഗത്തെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നത് ഈ നീല നിറമാണെന്ന് പറയുന്നു ചിലർ. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു നഗരത്തിന് നീല നിറം കൊടുത്തത്. അത് ചിലർ പറയുന്നത് ചൂട് കുറയ്ക്കാനും അതുപോലെ കൊതുകുകളെ അകറ്റുന്നതിനുമൊക്കെ നീല നിറം ഉപയോഗിച്ചിട്ടാണ് എന്നാണ്.
എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ തെരുവുകളും ഈ തെരുവുകളെല്ലാം ഇങ്ങനെ എന്താ പറയുക നാരോ ആണ്, വളഞ്ഞത് ആയിട്ടുള്ള വഴികളാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഫുള്ള് നീല പെയിൻ്റ് അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നു. നീലയുടെ പല ഷെയ്ഡാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഭംഗിയാണ്, നമുക്ക് ശരിക്കും ഒരു സ്വപ്നലോകത്ത് ചെന്നൊരു ഫീല് തന്നെയാണ്. നമ്മൾ രാവിലെ വന്നത് എന്തായാലും നന്നായി. കാര്യം ഞങ്ങളല്ലാതെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരല്ലാതെ ഞങ്ങൾ വളരെ കുറച്ച് പേരെ മാത്രം, 1-2 ആൾക്കാരെ മാത്രമേ ഞങ്ങൾ എക്സ്ട്രാ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും ഈ നഗരത്തിന് അതുല്യമായൊരു ശാന്തതയും അതുപോലെ എന്താ പറയുന്ന ഒരു ആത്മീയതയൊക്കെ തരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഭിത്തി മാത്രമല്ല, ഈ ഒരു എന്താ പറയുക വാതിലൊക്കെ കണ്ടില്ലേ, എല്ലാം ഭയങ്കര കൊത്തുപണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര പ്രത്യേക ഭംഗിയിലായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പം 1471 സ്ഥാപിക്കപ്പെട്ട ഒരു ചെറിയ നഗരമാണിത്. ഇത് ആദ്യം ഒരു ചെറിയ കോട്ടയായിരുന്നു, ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് യഹൂദരും പിന്നെ മുസ്ലിങ്ങളും ഒക്കെ ചേർന്ന് അഭയാർത്ഥികളായി വന്ന് ഇത് എന്താ പറയുക ഇപ്പം കാണുന്ന രീതിയിലായിട്ടുള്ളതാണ്. അപ്പം ഓരോ സ്റ്റെപ്പിലും എന്താ പറയുക ഓരോ ഫോട്ടോ സ്പോട്ടാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനും ഈ ട്രാവൽ ബ്ലോഗേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ബ്ലൂ സിറ്റി. എവിടെ നോക്കിയാലും പെർഫെക്റ്റ് സീനാണ്, അത്രയായിട്ട് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം കാണുന്ന സ്ഥലത്തെല്ലാം പോയിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. എവിടെ നമ്മൾ ക്യാമറ വെച്ചാലും അടിപൊളി പിക്ചേഴ്സായിരുന്നു കിട്ടുന്നത്. അപ്പോൾ കടകളൊക്കെ ഇങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളൂ. ഇവിടെ ശരിക്കും എന്താ പറയുന്ന ഈ ഒരു സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ എന്തോ പടർന്നു കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മുന്തിരി കായ്ച്ച് കിടക്കുകയാണ്. അപ്പം എന്താ പറയുക ഈ ഒരു ചെറിയ നഗരമാണെങ്കിലും അതിങ്ങനെ സജീവമായിട്ട് വരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ ഒന്നും ആൾക്കാർ താമസിക്കുന്നില്ല എന്നായിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു ക്ഷമ പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും ക്ഷമയുള്ള ആൾക്കാരാണെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. അവരതിൻ്റെ വേറെ എന്താ പറയുക ആ ഒരു നഗരത്തിൻ്റെ ഭംഗിയൊക്കെ തന്നെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ മിക്കവാറും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്കൊക്കെ ചില വീട്ടിലൊക്കെ ആൾക്കാർ ഡോറ് തുറക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും അയ്യോ ഇവിടെ ആളുണ്ടായിരുന്നു, അപ്പോഴാണ് ശരിക്കും ആൾവാസമുള്ള സ്ഥലമാണിതെന്ന് മനസ്സിലായത്. പിന്നെ ആൾക്കാർക്ക് ഇതുപോലെ ഇഷ്ടംപോലെ കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഷോപ്പൊക്കെ ഓപ്പണായിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ അത്യാവശ്യം നേരത്തെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും എന്താ പറയുന്നത് എല്ലാം ആക്റ്റീവായി തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയുക ഫോട്ടോജനിക് സ്പോട്ട്സ് ഉള്ളൊരു സ്ഥലമായിട്ട് അങ്ങനെ അധികം സിനിമകളൊന്നും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. നെറ്റ്ഫ്ലിക്സിലെ കുറച്ച് സീരീസും പിന്നെ വളരെ കുറച്ച് എന്താ പറയുക ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ മെയിനായിട്ട് മൊറോക്കോയുടെ വേറെ സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം അധികം ആരുടെയും ക്യാൻവാസിലോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതെന്താ കാര്യമൊന്നും എനിക്കറിയില്ല. ഇന്ത്യൻ സിനിമകളൊന്നും തീരെയില്ല. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫിലിം ഇവിടെ, അതും മൊറോക്കോയിൽ എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമകളോ ഇന്ത്യൻ സിനിമകളോ ഒന്നും തന്നെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതെന്താ റീസൺ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടോ എന്ന് അറിയില്ല. ഇവിടെ മിക്കവാറും ഞങ്ങൾ ഫോട്ടോ എടുത്ത സ്ഥലങ്ങളൊന്നും തന്നെ നമുക്ക് പേയ്മെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം പെയ്ഡായിട്ട് നമ്മൾ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളുടെ അവിടെ ആ സൈഡിൽ നിന്ന് അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും എന്താ പറയുക ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു നേരത്തെ കണ്ട റിഫ് മലനിരകളുടെ ഇതുള്ളത് കൊണ്ടാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ ആദ്യം വന്ന മറാക്കേഷിലും അതുപോലെ ഇപ്പം നിൽക്കുന്ന ഈ ബ്ലൂ സിറ്റിയിലെയും ക്ലൈമറ്റ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അത് ഭയങ്കര ചൂടായിരുന്നു, ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ഒരു മലനിരകൾ അടുത്തുള്ളത് കൊണ്ടായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ആൾക്കാരുടെ ക്ഷമയെ നമ്മൾ നല്ല എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എനിക്കറിയില്ല ഇനിയിപ്പം ഇവർക്ക് ഇവിടുത്തെ കൗൺസിലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം തിരിച്ചു പോകാറായി, ഏകദേശം 9 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം കടകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്, എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. മെയിനായിട്ടും ഇങ്ങനത്തെ കരകൗശല ഐറ്റംസും പിന്നെ സുവനീഴ്സും പിന്നെ ഇവിടെ മെയിനായിട്ട് സോപ്പ് ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. അപ്പം ഇതെല്ലാം ആക്റ്റീവായിട്ടുണ്ട്. രാവിലെ ഏകദേശം എന്താ പറയുന്നത് നഗരം ഉണർന്നു എന്നൊക്കെ പറയാം. പിന്നെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, ബാഗ്, ഡ്രസ്സൊക്കെ നമുക്കിങ്ങനെ കണ്ടു. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ആ സ്ഥലത്തേക്ക് ഒത്തിരി വരാൻ തുടങ്ങി.
ശരിക്കും അപ്പോൾ നമുക്ക് തോന്നി 7 മണി തൊട്ട് 9 മണി വരെ വന്നത് എന്തായാലും നന്നായി. അതുകൊണ്ട് നമുക്ക് കുറച്ച് ആൾത്തിരക്കൊന്നും ഇല്ലാതെ കുറേ ഫോട്ടോസൊക്കെ കിട്ടി. ഇങ്ങനെ തിരിച്ച് വന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇത് ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്നുള്ള റൂഫ് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കഴിക്കണം. കഴിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു പോകണം. അപ്പം ഇനി എന്താ പറയുക, വേറെ പരിപാടിയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. ഞങ്ങൾ വണ്ടി എടുത്തത് മറാക്കേഷിനായിരുന്നല്ലോ. അപ്പം അത് നമ്മൾ ഇവിടുത്തെ എൻ്റർപ്രൈസിലാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ റിഫ് മലനിരകൾ. നേരത്തെ പറഞ്ഞില്ല, ഇത് ശരിക്കും ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടിട്ട് ഇത് ക്ലൗഡ് ആണോ എന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആ ഇരുട്ടത്ത് കണ്ടിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും ശരിക്കും പറയാൻ നല്ല ടയേർഡായി, പക്ഷേ നല്ല ഹാപ്പിയായി. നമുക്ക് ഇവിടുന്ന് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എന്താ പറയുക, നല്ല കുറേ മെമ്മറീസ് കിട്ടിയ സ്ഥലമാണ്. ഇവിടെയും മൊറോക്കോയുടെ എന്താ പറയുക, തനതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അവർ സെർവ് ചെയ്തത്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചു. ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ രാവിലെയുള്ള ദൃശ്യം. രാത്രി ഫുൾ ഇങ്ങനെ വെട്ടത്തിൽ കണ്ടൊരു ഇതായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ആ ഒരു വീട്. അങ്ങനെ തിരിച്ചിനി പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര നല്ല സീനറി, അതായത് നല്ല ഗ്രീനറിയാണ് കാണുന്നത്. ആ കാണുന്ന ചെറിയൊരു അരുവിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. അത് ശരിക്കും കണ്ണാടി പോലെ കിടക്കുന്നു. അതുപോലത്തെ നല്ല ക്ലിയർ വാട്ടറായിരുന്നു. ദൂരം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ. ഇനി ടാൻജിയർ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്നാണ് തിരിച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ മറാക്കേഷിൽ നിന്ന് ഇങ്ങോട്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം ഈ മൊറോക്കോ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം നമ്മൾ മിക്കവാറും ചിലപ്പോൾ ടൂർ പാക്കേജസിൽ ഇതുകൂടി ആഡ് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈവൻ ഫ്ലൈറ്റിൽ വരികയാണെങ്കിൽ പോലും ഫ്ലൈറ്റിൽ ഈ ടാൻജിയർ എയർപോർട്ടിൽ നിന്ന് 2 മണിക്കൂർ ഡിസ്റ്റൻസ് ഈ ബ്ലൂ സിറ്റിയിലേക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറാക്കേഷിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 7 മണിക്കൂറാണ് റോഡ് ട്രാവൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടാൻജിയർ എയർപോർട്ടിലെത്തി. ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല മെമ്മറീസ് ഞങ്ങൾക്ക് കിട്ടി. താങ്ക് യു മൊറോക്കോ. ബൈ.